ഹായ് സുഹൃത്തുക്കളെ, റോയൽ യൂട്യൂബ് ചാനലിലേക്ക് എവർക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ ബോട്ട് വെള്ളത്തിൽ ഇറക്കണം. ബോട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോട്ടിൻ്റെ മുകൾ വശത്താണ്. ഏറ്റവും മേളിൽ കയറി നിൽക്കുകയാണ്. ഇവിടെ ഒരു ഹോമൊക്കെ നടത്തിയിട്ടുണ്ട്. ഹോമൊക്കെ നടത്തിയിട്ടാണ് ബോട്ട് ഇറക്കുന്നത്. ഈ കാണുന്നത് വീലോസ് ആണ്. വീലോസിൻ്റെ അകത്തെ ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് ബോട്ട് ഓടിക്കുന്നത്. ഇത് ഗിയറും ആക്സിലേറ്ററുമാണ്. ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ ഈ കാണുന്ന സ്ഥലം ഇതെന്ന് പറയുമ്പോൾ കിച്ചനാണ്. ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത്. ഇവിടെ നിന്നാണ് വലയിട്ട് മീൻ പിടിക്കുന്നത്. ഈ ഭാഗത്താണ് വലയിട്ടുന്ന ഭാഗങ്ങൾ. ഇപ്പം നിർബന്ധമായിട്ട് എല്ലാ ബോട്ടിലും ബാത്റൂമും വള്ളത്തിലും വേണമെന്നുള്ളത് ഗവൺമെൻറ് ഓർഡറാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും ഈ ബോട്ടിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ പുറകുവശമാണ്. ഇവിടെ നിന്നാണ് മീൻ തിരിയുന്നതും മീൻ പിടിച്ച് വലയിൽ നിന്ന് പൊട്ടിച്ചിടുന്ന ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒരു പഴക്കോലയൊക്കെ തൂക്കി നിർത്തിയിട്ടുണ്ട്. പുതിയ ബോട്ടാകണ്ട. ഇത് ബാറ്ററിയാണ്. ബോട്ടിന് ഉപയോഗിക്കാനുള്ള ബാറ്ററിയാണ്. ഇവിടെയാണ് മീൻ സ്റ്റോർ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് പിടിച്ചിട്ട് ഈ ബോട്ടൊക്കെ എന്ന് പറയുമ്പോൾ 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 8 ദിവസം വരെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ബോട്ടിന്. എന്നാൽ പോലും 4-5 ദിവസം വരെയൊക്കെ വല വലിച്ച് മീൻ നിറച്ച് കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കണം മീൻ. ഇത് മൊത്തം മീൻ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബോട്ട് കരക്കോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടമായിരിക്കും. ഇതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ബോട്ടിൻ്റെ ഹൃദയം, നമ്മൾ പറയുന്ന ജീവൻ കൊടുക്കുന്ന സാധനം ബോട്ടിൻ്റെ ഇഞ്ചനാണ്. ഇപ്പോഴത്തെ വിലയ്ക്ക് 30 ലക്ഷം രൂപ മേളിൽ പോകും ബോട്ടിൻ്റെ ഒരു ഇഞ്ചന് വേണ്ടി ആകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇഞ്ചൻ കളിയുടെ അകത്ത് നിന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇനി പുറത്തോട്ട് പോകാം. നമ്മുടെ ബോട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ബോട്ടിൻ്റെ പൂർണ്ണമായ ഒരു രൂപമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ ബോട്ട് ഇറക്കാനുള്ള പരുവമായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല. ബോട്ട് ഇറക്കാനും കയറ്റാനും വേണ്ടി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, പാളവുമുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. അതിന് പകരം പണ്ട് എന്ന് പറയുക പണ്ടത്തെ കാലത്ത് ബോട്ടും വെള്ളം ഇറക്കുന്ന ഒരു രീതിയുണ്ട്. ഈ റോളൊക്കെ ഇരിക്കുന്നത് കണ്ടാ, ഈ റോൾ അടിയിൽ വെച്ചിട്ട് അതിൽ കൂടെ ഉരുട്ടി ഇറക്കുക എന്നുള്ള രീതിയിലാണ് ഈ ബോട്ടും ഇറക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം മുമ്പ് തന്നെയാണ് ഇവർ ഈ പണി തുടങ്ങിയത്. ഈ റോൾ അടി കയറ്റാനും അതുപോലെ ബോട്ട് ഉരുട്ടി ഇറക്കാനുള്ള സംവിധാനം നോക്കാനും. ഇപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അവർ ഇറക്കാൻ പോകുന്നതെന്നുള്ളത്. അമ്മായിക്ക് ശബ്ദപ്പെട്ട് ഭഗവതിയുടെ കാരുണ്യത്താൽ കഴിച്ചമെല്ലാം കണ്ട ഇരുമ്പ് റോപ്പും ലോഡ് കപ്പിയും ഒക്കെ വെച്ചിട്ട് ബോട്ട് പുറന്നോട്ട് വലിക്കുകയാണ്. പുറന്നോട്ട് വലിക്കും തോറും ബോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോഴല്ലേ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നത്. പണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ട് കുറച്ചും കൂടെ പൊക്കണം. മുകളിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വശം കുറച്ചും കൂടെ പൊക്കി കൊടുത്താലേ ബോട്ട് കറക്റ്റായിട്ട് പുറന്നോട്ട് നന്നായിട്ട് ഇറങ്ങിപ്പോത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടിയാണ് ജാക്കി വെച്ചിട്ട് ബോട്ട് പൊക്കുക. അപ്പോൾ ഇവിടെ തടിയൊക്കെ അളന്നാണ് ഇതിനകത്തോട്ട് കയറ്റുന്നത്. ഇതിന് കറക്റ്റ് അളവും കാര്യങ്ങളുണ്ട്. അതിൽ പാകപ്പിഴകൾ ഉണ്ടാകരുതെന്നുള്ളതാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയരുതല്ലോ. അതിൻ്റെ എല്ലാ രീതിയിലും നോക്കിയിട്ട് അവർ ഇറക്കത്തുള്ളൂ. അങ്ങനെ ബോട്ട് ഇറക്കാനായി നമുക്കിനി ബോട്ട് ഇറക്കുന്ന കാണാം.
മറ്റു ബുദ്ധിമുട്ടൊന്നും കൂടാതെ ദൈവസഹായത്തിൽ ബോട്ടെല്ലാം ഇറങ്ങി മംഗളമായി കഴിഞ്ഞു. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ സാധാരണ എന്ന് പറയുമ്പോൾ ബോട്ട് ഒന്ന് ഓടിക്കാൻ കൊണ്ടുപോകും. ആ സമയത്തും കൂടെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ബോട്ട് അന്നും അങ്ങനെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഓക്കെ.